ഫിഫക്കും അതിൻ്റെ പ്രസിഡന്റ് ജിയോനി ഇൻഫാന്റിനോക്കും കായിക ചരിത്രത്തിൽ തന്നെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഫുട്ബോൾ ലോകകപ്പിന്റെ വാണിജ്യ അവകാശങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള വിവാദപരമായ പദ്ധതി കടുത്ത എതിർപ്പുകളെയും വിമർശനങ്ങളെയും തുടർന്ന് ഫിഫയ്ക്ക് പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായിരുന്നു ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെയും അസോസിയേഷനുകളെയും ഒരുപോലെ ചൊടിപ്പിച്ച ഈ പദ്ധതി? എന്തുകൊണ്ടാണ് ഫിഫയ്ക്ക് ഈ പദ്ധതിയിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് പോകേണ്ടി വന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലോകകപ്പിന്റെ ബ്രോഡ്കാസ്റ്റിംഗ്, സ്പോൺസർഷിപ്പ് തുടങ്ങിയ കൊമേഴ്ഷ്യൽ അവകാശങ്ങൾ കൈകാര്യം ചെയ്യാനായി ഏകദേശം $20 ബില്യൺ മൂല്യമുള്ള ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് എന്ന പേരിൽ ഒരു പുതിയ ഉപകമ്പനി രൂപീകരിക്കാനായിരുന്നു ഫിഫയുടെ പദ്ധതി. ഇതിന്റെ 20% ഓഹരികൾ വാൾസ്ട്രീറ്റിലെ പ്രമുഖ പ്രൈവറ്റ് ഇക്വിറ്റി ഗ്രൂപ്പുകൾക്ക് വിറ്റ് $4 ബില്യൺ സമാഹരിക്കാനാണ് ഇൻഫാന്റിനോ കണക്കുകൂട്ടിയത്. ഇതിൽ നിന്നും ലഭിക്കുന്ന പണം അംഗരാജ്യങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ വിവരം പുറത്തു വന്നതോടെ ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനായ യുവേഫ, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, കോൺകാക്കാഫ് എന്നിവർ ഒറ്റക്കെട്ടായി ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. യൂറോപ്യൻ കായിക ലോകത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. ഫുട്ബോളിന്റെ ആത്മാവിനെയാണ് ഫിഫ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്ന് യുവേഫ പരസ്യമായി ആരോപിച്ചു. ലോകകപ്പ് ഒരു നിക്ഷേപ ഉൽപ്പന്നമല്ല, അതിന്റെ ഒരു ഭാഗവും സ്വകാര്യ വ്യക്തികൾക്ക് വെച്ചുമാറാൻ അനുവദിക്കില്ല. ലോകകപ്പ് വിൽപ്പനക്കുള്ളതല്ല എന്ന് യുവേഫ തുറന്നടിച്ചു. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ ഫിഫ ടൂർണമെന്റുകളും തങ്ങളുടെ 55 അംഗരാജ്യങ്ങൾ ബഹിഷ്കരിക്കുമെന്ന അന്ത്യശാസനവും യുവേഫ നൽകി. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധം ലോകകപ്പ് തന്നെ ബഹിഷ്കരിക്കപ്പെടുമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തിയത് കായിക പ്രേമികളെ ഞെട്ടിച്ചു. വാണിജ്യ ലാഭം മാത്രം മുന്നിൽ കണ്ടുള്ള ഈ നീക്കം കളിയുടെ പരമ്പരാഗത സുതാര്യതയെയും ജനാധിപത്യപരമായ സ്വഭാവത്തെയും നശിപ്പിക്കും എന്നതായിരുന്നു പ്രധാന വിമർശനം. കളിയിലെ തന്ത്രപരമായ തീരുമാനങ്ങളിലും ടൂർണമെന്റ് ഘടനയിലും ഭാവിയിലെ സ്വകാര്യ കോർപ്പറേറ്റുകളുടെയും ഫണ്ടുകളുടെയും അനാവശ്യ സ്വാധീനമുണ്ടാകാൻ ഇത് വഴി തുറക്കുമെന്ന് ലീഗുകളും ക്ലബ്ബുകളും കുറ്റപ്പെടുത്തി. ഫിഫക്കുള്ളിൽ തന്നെ ഈ പദ്ധതിക്കെതിരെ വലിയ എതിർപ്പുകളുണ്ടായി. ഇൻഫാന്റിനോയുടെ മുതിർന്ന ഉപദേശകനായ കാർലോസ് കാർഡറോ രാജിവെച്ചുകൊണ്ട് പറഞ്ഞത് ഇത് ഫുട്ബോളിന്റെ ദീർഘകാല ഭാവിക്ക് വൻ ദോഷം ചെയ്യുന്നതും തീർത്തും തെറ്റായ ഒരു തീരുമാനമാണ് ഇതെന്നുമായിരുന്നു. ഫിഫയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെവിൻ ലാമൂർ പോലും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നും ഇത് ഒരാളുടെ മാത്രം വ്യക്തിപരമായ വാശിയാണെന്നും പരസ്യമായി പ്രതികരിച്ചു. മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തു നിന്നും ഇൻഫാന്റിനോക്ക് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു. ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാക്കൾ ഇൻഫാന്റിനോ ഫിഫയെ നയിക്കാൻ ഒട്ടും അനുയോജ്യനല്ലാത്ത വ്യക്തിയാണെന്ന് പരസ്യമായി കുറ്റപ്പെടുത്തി. എതിർപ്പുകൾ അതിരുകടക്കുകയും ലോകകപ്പ് ബഹിഷ്കരണ ഭീഷണി യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെ ജിയോനി ഇൻഫാന്റിനോ ഒടുവിൽ പരാജയം സമ്മതിച്ചു. എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം ഈ പദ്ധതി വലിയ ഭിന്നതകൾ സൃഷ്ടിച്ചതായി മനസ്സിലാക്കുന്നു. അതിനാൽ ഈ നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഫാന്റിനോ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചത്. കേവലം പണത്തിന് മുകളിലല്ല, ഫുട്ബോളിന്റെ പാരമ്പര്യവും ആരാധകരുടെ വികാരവുമെന്ന് തെളിയിക്കുന്ന ഒന്നായിരുന്നു ഫിഫയുടെ ഈ പിന്മാറ്റം. അമിതമായ വാണിജ്യവൽക്കരണത്തിനെതിരെ കായിക ലോകവും ആരാധകരും പ്രാദേശിക അസോസിയേഷനുകൾ നേടിയ ചരിത്രപരമായ വലിയ വിജയമായിട്ടാണ് ഈ സംഭവം ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്.